ബി ഉണ്ണികൃഷ്ണൻ സാർ ഇവിടെ ഉണ്ട്, സിയാദ് കോക്കർ സാർ ഇവിടെ ഉണ്ട്. എല്ലാവരും നിൽക്കെ പറയുന്നു, വീണ്ടും പറയുന്നു, ഉറച്ചു പറയുന്നു, മലയാള സിനിമാ പ്രേക്ഷകന് സിനിമ പഠിപ്പിക്കാൻ ഒരു മധ്യസ്ഥന്റെ ആവശ്യമില്ല. ഞാൻ സംഘടനയുടെ കാര്യമൊന്നുമല്ല. അദ്ദേഹം എൻ്റെ പേരെടുത്ത് പറഞ്ഞ കാര്യം എന്തിനെ കുറിച്ചാണ് എന്നുള്ളത് പൂർണ്ണ ബോധ്യം എനിക്കുണ്ട്. ഷാരിസിനോട് ആകെ പറയാനുള്ളത് ഇത്രയേറെ വൈകാരികത കൊടുക്കേണ്ട കാര്യങ്ങൾക്ക് കൊടുത്താൽ മതി എന്നെനിക്ക് തോന്നുന്നുണ്ട്. മലയാള സിനിമയിൽ ആരൊക്കെ പ്രവർത്തിക്കണമെന്നൊക്കെ തീരുമാനിക്കുന്ന പവർ ലോബി ലിസ്റ്റിൻ്റെ ആട് എന്നുള്ളതാണ് നമ്മളിപ്പോൾ. മലയാള സിനിമയിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ബുദ്ധിമാനാണ് ലിസ്റ്റിൻ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത്. ദിലീപും ശ്രീ മോഹൻലാലും ചേർന്നുള്ള ഒരു ഗാന ചിത്രീകരണ രംഗം ഞാനിവിടെ കണ്ടു. അത് മലയാള സിനിമ കണ്ട ഏറ്റവും വലിയ വിജയമാകാനുള്ള സാധ്യത ആ സിനിമയിലുണ്ട് എന്നുള്ളത് എനിക്ക് കുഴപ്പമില്ല. നിങ്ങൾക്ക് ഇനി ഒരു പ്രശ്നമില്ല. ഓക്കെ. മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ബിന്ദു വേറെ ആവുന്നത് അത് കണ്ടു നിൽക്കാൻ എനിക്ക് പറ്റിയില്ല. ഞാൻ പോയിട്ടില്ല. എല്ലാവരും സാക്ഷിയാണ്. ദിലീപേട്ടൻ കല്യാണത്തിനുണ്ട്, ഞാൻ പോയിട്ടില്ല. മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഇദ്ദേഹം വേറെ ആണ്ടാവുന്നത് എനിക്ക് സഹിക്കില്ലായിരുന്നു. അതാണ് സത്യം. പലരും ചോദിച്ചു ഞങ്ങൾ ഒരു പിണക്കമാണോ, ഒരു വിഷയമില്ല. മനസ്സുകൊണ്ട് ഓക്കെ, പക്ഷെ ശരീരം ലോട്ട് മെനി ഡാർക്ക് സീക്രട്സ് ബിഹൈൻഡ് എവറി ഫിലിം. അതുകൊണ്ട് ഈ പടം തുടങ്ങുന്നത്, ഈ പടത്തിന്റെ 90 സെക്കൻഡ് എനിക്കുള്ളൂ. ലിസ്റ്റിൻ ചേട്ടൻ ഒരാളുടെ ധൈര്യമാണ് സാർ. ലിസ്റ്റിൻ ചേട്ടൻ ഒരാളുടെ ധൈര്യമാണ്. ലിസ്റ്റിൻ ചേട്ടൻ ഞങ്ങൾ മാത്രമുള്ള വേദികളിൽ നിരന്തരം പറഞ്ഞിരുന്ന ഒറ്റക്കായിട്ടുള്ളൂ, ഈ സിനിമ അടിക്കാനുള്ള, ഈ സിനിമ അടിക്കണം. ഞാൻ ലിസ്റ്റിനോട് ജനഗണമന വർക്ക് ചെയ്തിട്ടുണ്ട്, മലയാളി ഫിലിമിന്റെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ സിനിമ അടിക്കണം, ഈ സിനിമയ്ക്ക് വേണ്ടി എന്ത് ചെയ്യണോ അത് ആ ലിസ്റ്റിൻ ചേട്ടന്റെ എഫർട്ടാണ്. ലിസ്റ്റിൻ ചേട്ടന്റെ എഫർട്ടാണ്. ഞങ്ങളൊന്നുമല്ല. ആരുമില്ലാത്ത സമയത്ത് ആരുണ്ടായിരുന്നോ അവരെയാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ കടപ്പെടുന്നത്. ആരുമില്ലാത്ത സമയത്ത്, ഇരിക്കുന്നവരാരുമില്ലാതിരുന്ന സമയത്ത് എനിക്കും ബിന്ദുവിനും അഭയം തന്നാണ് മാജിക് ഫ്രെയിംസ്. എനിക്കും ബിന്ദുവിനും ഞങ്ങൾക്ക് ഈ സിനിമ തന്നാണ് ലിസ്റ്റിൻ ചേട്ടൻ. ഞങ്ങൾ ലിസ്റ്റിൻ ചേട്ടന് വാക്ക് തന്നിരുന്നു, വി വിൽ ഡെലിവർ ഓൺ May 9th. ഞങ്ങളെ കൊണ്ടാവുന്ന വിധം ഞങ്ങളത് ചെയ്തിരിക്കുന്നു. മാജിക് ഫ്രെയിംസിലുള്ള എല്ലാവർക്കും ഈ പടത്തിന്റെ ആദ്യം കണ്ടിട്ടുള്ള ഒരു 30 സെക്കൻഡ് വീഡിയോ ഉണ്ട്. ദിലീപേട്ടനെ കുറിച്ച് എനിക്കും ബിന്ദുവിനും ഞങ്ങളുടെ മനസ്സിൽ വന്ന ഞങ്ങളുടെ ട്രിബ്യൂട്ടാണ് ആ 30 സെക്കൻഡ്സ്. ആ 30 സെക്കൻഡ്സ് ഞങ്ങൾക്ക് തന്നെ എന്തൊക്കെ ഞങ്ങൾക്ക് സ്ട്രഗിൾ വരുമ്പോഴും ദിലീപേട്ടൻ്റെ മുഖമാണ് ഞങ്ങളുടെ ഊർജ്ജം. ഞങ്ങൾക്ക് മറക്കാൻ പറ്റാത്ത ഒരുപാട് നിമിഷങ്ങൾ ഞങ്ങളുടെ ലൈഫിൽ, ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങൾക്കൊക്കെ ഒരുപാട് സന്തോഷം തന്ന ദിലീപേട്ടന് ഈ സിനിമ കൊണ്ട് എന്തെങ്കിലും ഞാൻ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ, ദിലീപേട്ടൻ്റെ മനസ്സിൽ എന്തെങ്കിലും ഒരു സന്തോഷം വന്നിട്ടുണ്ടെങ്കിൽ, ദിലീപേട്ടൻ ഭയങ്കര സുന്ദരനായിരിക്കുന്നു. ഇപ്പൊ മനസ്സ് സന്തുഷ്ടമാകുമ്പോ സുന്ദരനാവും. അപ്പോൾ 20 വർഷം മുന്നേ ഈ സിനിമയിൽ അഭിനയിച്ച ധ്യാന്റെ അച്ഛൻ ശ്രീനിവാസൻ സർ ഉദയനാണ് താരം എന്ന സിനിമയിൽ ഒരു ഡയലോഗ് എഴുതിയിട്ടുണ്ട്. അതിന്റെ ക്ലൈമാക്സിൽ ഉദയൻ സരോജ് കുമാറിനോട് പറയുന്ന ഒരു ഡയലോഗുണ്ട്. ഒരുപാട് പേരുടെ ചോരയിലും വേർപ്പിലും പടുത്തുയർത്തിയതാണ് ആ സിനിമ. അതിനെ നശിപ്പിക്കാൻ നോക്കിയാൽ സമ്മതിക്കില്ല. 20 വർഷം മുന്നേ എഴുതിയത് ആരെക്കുറിച്ചാണ് എന്ന് കാലം തെളിയുന്നു. ഒരു വെറുപ്പിന്റെ മുന്നിലും സിനിമ പതറില്ല. 60ാം ദിവസത്തെ സക്സസ് സെലിബ്രേഷനിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഈ സിനിമയിൽ ദിലീപേട്ടൻ എന്ന പ്രിൻസിന്റെ ക്യാരക്ടർ പറയുന്നുണ്ട്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തും ആവട്ടെ, അത് നിങ്ങളുടേത് മാത്രമായിരിക്കണം. ആ അഭിപ്രായം എടുത്തുകൊണ്ട് തിയേറ്ററിലേക്ക് വന്ന ഓരോ പ്രേക്ഷകനും ഞങ്ങൾ ഈ വിജയം സമർപ്പിക്കുന്നു. വീണ്ടും പറയുന്നു, എന്നെ ട്രോൾ ചെയ്തോ, എന്നെ മീം ചെയ്തോ, എന്തും ചെയ്തോ, വീണ്ടും പറയുന്നു, അടിവരയിട്ട് പറയുന്നു, മലയാള സിനിമ പ്രേക്ഷകനെ സിനിമ പഠിപ്പിക്കാൻ ഒരു മധ്യസ്ഥന്റെ ആവശ്യമില്ല. ഒന്നുകൂടെ പറയുന്നു, ഉറക്കെ പറയുന്നു, ഉറച്ചു പറയുന്നു. ബി ഉണ്ണികൃഷ്ണൻ സാർ ഇവിടെ ഉണ്ട്, സിയാദ് കോക്കർ സാർ ഇവിടെ ഉണ്ട്. എല്ലാവരും നിൽക്കെ പറയുന്നു, വീണ്ടും പറയുന്നു, ഉറച്ചു പറയുന്നു, മലയാള സിനിമ പ്രേക്ഷകന് സിനിമ പഠിപ്പിക്കാൻ ഒരു മധ്യസ്ഥന്റെ ആവശ്യമില്ല. റിയാസ് ഭായ് താങ്ക് യു, ദിലീപേട്ടൻ്റെ ഫാൻസുകാർക്കും താങ്ക് യു, എവരിവൺ താങ്ക് യു. ദിലീപേട്ടൻ ഷോ ആണെന്ന് കൂട്ടിക്കോ, പക്ഷെ ഒന്ന് ഹഗ് ചെയ്യും. താങ്ക് യു. നിർത്തുകയാണ്, ഇത്തിരി കൂടി പോയി. താങ്ക് യു.
ഏറ്റവും ചുരുങ്ങിയ വാക്കിൽ പ്രിൻസ് ആൻഡ് ഫാമിലി ഏറ്റവും വലിയ വിജയമായി മാറിയതിൻ്റെ സന്തോഷം ഞാൻ പങ്കിടുന്നു. എല്ലാവർക്കും ആശംസകൾ. ഈ സിനിമ നിർമ്മിച്ചയാളും കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച ആളും എഴുതിയ ആളും സംവിധാനം ചെയ്ത ആളും എന്നുവേണ്ട ഇതിൽ പ്രവർത്തിച്ചവർ മുഴുവനും ഏറ്റവും പ്രിയപ്പെട്ടവരാണ്. അതുകൊണ്ട് ഈ വിജയം, ഇന്നത്തെ കാലത്ത് തിയേറ്ററിൽ ഒരു സിനിമ വലിയ വിജയം നേടുക എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ള ഒരു സംഗതിയാണ്. അതിൽ ഈ വിജയത്തിൽ അകവഴിഞ്ഞ് ഞാൻ സന്തോഷിക്കുന്നു. ദിലീപിൻ്റെ ഈ വിജയം തുടർന്നുകൊണ്ടേയിരിക്കും എന്നുള്ളതിൽ എനിക്ക് ഒരു സംശയവുമില്ല. ഈ കഴിഞ്ഞ ദിവസം ഞാൻ ദിലീപ് ഇപ്പോൾ അഭിനയിക്കുന്ന ഭഭഭ എന്ന സിനിമയുടെ സെറ്റിൽ പോയിരുന്നു. ദിലീപും ശ്രീ മോഹൻലാലും ചേർന്നുള്ള ഒരു ഗാന ചിത്രീകരണ രംഗം ഞാൻ അവിടെ കണ്ടു. അത് മലയാള സിനിമ കണ്ട ഏറ്റവും വലിയ വിജയമാകാനുള്ള സാധ്യത ആ സിനിമയിലുണ്ട് എന്നുള്ളത് എനിക്ക് ഇപ്പോൾ മനസ്സിലായതാണ്. പ്രിയപ്പെട്ട ദിലീപുമൊത്ത് ഞാൻ 2018 ചെയ്തൊരു സിനിമയ്ക്ക് ഇതുപോലെ 60-ാം ദിവസം ആഘോഷിക്കാൻ ഇടവന്നിട്ടുണ്ട്. അപ്പോൾ ദിലീപിൻ്റെ ഈ വിജയത്തിൽ വലിയ സന്തോഷം. പ്രിയപ്പെട്ടവരാണ് അഭിനയിച്ചവരെല്ലാം. ബിൻഡോ പ്രത്യേകിച്ചും ഒരു ആദ്യ സംവിധായകന് കിട്ടാവുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ് ഈ ചടങ്ങ് എന്നുള്ളത്. ഇതിൽ അഭിനയിച്ചവർക്കും പ്രവർത്തിച്ചവർക്കും എല്ലാം, അണിയറയിൽ പ്രവർത്തിച്ചവർക്കും എല്ലാം ഭാവുകങ്ങളും. ഷാരിസ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്താണ്. എന്നോടൊപ്പം അടുത്ത സിനിമ ചെയ്യുന്ന ആൾ കൂടിയാണ് ഷാരിസ്. അപ്പോൾ ഷാരിസിനോട് ആകെ പറയാനുള്ളത്, ഇത്രയേറെ വൈകാരികത കൊടുക്കേണ്ട കാര്യങ്ങൾക്ക് കൊടുത്താൽ മതി എന്നെനിക്ക് തോന്നുന്നുണ്ട്. കാരണം വലിയ പ്രാധാന്യമൊന്നുമില്ലാത്ത കാര്യമാണ് ഷാരിസ് ഇപ്പോൾ എന്താ പറയേണ്ടത്, ഒരു മധ്യസ്ഥൻ്റെ ആവശ്യമില്ല എന്ന് ഷാരിസ് പിന്നെയും പറയുന്നുണ്ട്. അങ്ങനെ ഒരു മധ്യസ്ഥനുള്ളതായിട്ട് എനിക്ക് അറിയാനേ വയ്യ. അപ്പോൾ ഒരു മധ്യസ്ഥൻ്റെ ആവശ്യമില്ല എന്ന് പറയേണ്ട കാര്യം പോലുമില്ല. അപ്പോൾ കാര്യങ്ങളെ കുറച്ചും കൂടി നമുക്ക് ലൈറ്റായിട്ട് സമീപിക്കാം എന്ന് തോന്നുന്നു ഈ വിഷയത്തിലെങ്കിലും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ സ്നേഹം, ആശംസകൾ. ഒരു കാര്യം പറയാൻ മറന്നുപോയി. ലിസ്റ്റിനെ കുറിച്ച് പറയണം. ഞാൻ ലിസ്റ്റിനെ കുറിച്ച് പറയാത്തതുകൊണ്ടാണ് അവൻ ഓടി വന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ലിസ്റ്റിൻ്റെ നിങ്ങൾക്ക് പല ക്വാളിറ്റി ലിസ്റ്റിനെ കാണും. ഞാൻ കാണുന്ന ഏറ്റവും വലിയ ലിസ്റ്റിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് വിനയാന്വിതനാണ് ലിസ്റ്റിൻ എന്നുള്ളതാണ്. അദ്ദേഹം പറഞ്ഞു ഒരു ആവറേജ് ബുദ്ധിക്കാരനാണ് എന്ന് ഇവിടെ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു മലയാള സിനിമയിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ബുദ്ധിമാനാണ് ലിസ്റ്റിൻ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഗതിയാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞു ഞാൻ ഫെഫ്കയിലാണെങ്കിൽ ഉണ്ണിയായിട്ട് നിന്നെ ബാൻ ചെയ്തേനെന്ന് പറയും. ഫെഫ്കയിൽ അങ്ങനെ ആരെയും ബാൻ ചെയ്യാറില്ല. മലയാള സിനിമയിൽ ആരൊക്കെ പ്രവർത്തിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്ന പവർ ലോബി ലിസ്റ്റിൻ്റെ ആണ് എന്നുള്ളതാണ് നമ്മളിപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ പ്രിയപ്പെട്ട സുഹൃത്താണ് ലിസ്റ്റ്. ട്രാഫിക് ചെയ്യുമ്പോൾ വളരെ ചെറുപ്പക്കാരനായി വന്ന് മലയാള സിനിമയുടെ വ്യാകരണം മാറ്റിയൊരു സിനിമ നിർമ്മിച്ച ആളാണ് ലിസ്റ്റിൻ. വിജയങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കട്ടെ. ലിസ്റ്റിനെ പോലുള്ളവർ തുടർച്ചയായി സിനിമ ചെയ്താൽ ഫെഫ്കയിലുള്ള ആളുകൾക്ക് ജോലി കിട്ടും. വളരെ നന്ദി, സന്തോഷം. അല്ലല്ല, ഞാൻ പറയാനായിട്ട് ഉദ്ദേശിച്ചത്, ഷാരിഫ് പറഞ്ഞത് സിയാദ്ക്കയുടെ പേര് പറഞ്ഞു, ബി ഉണ്ണികൃഷ്ണനൊക്കെ ഇപ്പൊ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോ സംഘടനകളുടെ പേരല്ല ഉദ്ദേശിച്ചത്, ചില റിവ്യൂ കൊടുക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഞാൻ സംഘടനയുടെ കാര്യമൊന്നുമല്ല. അദ്ദേഹം എൻ്റെ പേരെടുത്ത് പറഞ്ഞ കാര്യം എന്തിനെ കുറിച്ചാണ് എന്നുള്ളത് പൂർണ്ണ ബോധ്യം എനിക്കുണ്ട്. അതിന് അത്രയും വലിയ പ്രാധാന്യം അദ്ദേഹം കൊടുക്കണ്ടെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഇനി കുഴപ്പമില്ല, നിനക്ക് ഇനി ഒരു പ്രശ്നമില്ല. ഓക്കെ.